ഹായ്, ഫേസ്ലെസ് ആണ്. ഇപ്പോ ഹണി റോസിന്റെയും ബോബി ചെമ്മണ്ണൂരിന്റെയും കേസ് വളരെ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ മുഴുവനും ഇപ്പോൾ ഈ കേസിന്റെ പുറകെയാണ്. ഇപ്പോ സോഷ്യൽ മീഡിയയിലെ അഭിപ്രായങ്ങൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിരിക്കുകയാണ്. ഇതിനു മുമ്പ് പൂർണ്ണ പിന്തുണത്വം നൽകി ഹണി റോസിനെ കൊണ്ടാടിയവര് ഇപ്പോ ബോച്ചയ്ക്കും കൂടെ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഹണി റോസിന്റെ നയം എന്താണെന്ന് ചോദിച്ചാൽ മുന്നോട്ട് പോകാൻ തന്നെയാണ്, തോറ്റു പിന്മാറില്ല എന്നുള്ളതുമാണ്. അതിന്റെ ഭാഗമായി ഇപ്പോ ഹണി റോസ് ഫേസ്ബുക്കിൽ രാഹുൽ ഈശ്വറിനെതിരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. രാഹുൽ ഈശ്വർ ഹണി റോസ് പറയുകയാണ്, ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്നെങ്കിൽ ക്ഷേത്രത്തിലെത്തുന്ന സ്ത്രീകൾക്ക് രാഹുൽ ഈശ്വർ ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ. രാഹുൽ ക്ഷേത്രത്തിലെ പൂജാരിയാവാതെ നന്നായി. എപ്പോഴെങ്കിലും രാഹുൽ ഈശ്വറിന്റെ മുന്നിൽ വന്നാൽ ശ്രദ്ധിച്ച് വസ്ത്രം ധരിച്ച് വന്നുകൊള്ളാം എന്ന് പറയുകയാണ് ഹണി റോസ്. 10-20 യൂട്യൂബർമാർക്കെതിരായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ചാനൽ ചർച്ചയിൽ തന്നെ തമാശയായിട്ട് പറയുന്നുണ്ട്, ഈ യൂട്യൂബർമാർക്കെതിരെയും അധിക്ഷേപിച്ച യൂട്യൂബർമാർക്കെതിരെയും ഇത്തരത്തിൽ പരാതി നൽകുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസം ആരോ ഒരു തമാശ പൊട്ടിച്ചതുപോലെ അധിക്ഷേപിച്ച എല്ലാവരെയും ഒരു ട്രെയിനിലായിരിക്കും കൊണ്ടുപോകേണ്ടി വരിക. അത്രയും അധികം ആൾക്കാരുണ്ട് എന്ന് തോന്നുന്നു. തന്റെ വൾഗറായിട്ടുള്ള തംബ്നെയിൽ ഉപയോഗിച്ചവരെ എല്ലാം പൂട്ടിക്കുമെന്നാണ് ഹണി റോസിന്റെ ഭാഷ്യം. എന്നാൽ നേരെ തിരിച്ച് ബോച്ചയുടെ ഭാഗത്ത് വരുമ്പോ, പിടിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ നിഷ്കളങ്കനായി പോലീസിന്റെ കൂടെ അനുയായികളുടെ നടുവിലൂടെ നടന്നു വരുന്ന ആളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദ്വയാർത്ഥം, ഡബിൾ മീനിങ്ങിൽ സംസാരിച്ചു എന്നതിന്റെ പേരിലാണ് കേസുള്ളത്. ക്ഷമ ചോദിക്കണമെങ്കിൽ ക്ഷമ ചോദിക്കാം എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്ന ബോബി ചെമ്മണ്ണൂര് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫാൻസുകളുടെ മനസ്സിൽ രാജാവാണ്. അതിന്റെ ഭാഗമായാണ് രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആൾക്കാർ അദ്ദേഹത്തിന് സപ്പോർട്ടുമായി വന്നിരിക്കുന്നത്. എന്തിനാണ് ബോബി ചെമ്മണ്ണൂരിനെ ഡിഫെൻഡ് ചെയ്യാൻ താങ്കൾ ഈ വാദം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിന്റെ ഭാഗമായിട്ട് ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് ഇപ്പോ ചൂട് ചർച്ചാ വിഷയം ചാനലുകളെല്ലാം കൊണ്ടാടുകയാണ്. കാരണം ഹണി റോസിന്റെ വസ്ത്രശൈലിയെ കുറിച്ച് 99% മലയാളികൾക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അതായത് അവരിടുന്ന വസ്ത്രം ശരിയല്ല എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. ഫറാഷിബിലെ അടക്കമുള്ള സിനിമാ രംഗത്തു നിന്നുള്ള വിമർശനം കൂടി അവർ ശ്രദ്ധിക്കണം. 2, ഹണി റോസ് ഒരുപക്ഷെ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡുകളുണ്ട്. എന്താണെങ്കിലും കോടതിയിൽ വാദിക്കുമ്പോൾ രണ്ടു വശത്തു നിന്നും കേൾക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ബോബി ചെമ്മണ്ണൂരിന്റെ പക്ഷപ്രകാരം ആരോപണങ്ങള്, അതായത് ബോബി ചെമ്മണ്ണൂരിന് മേൽ ആരോപിക്കപ്പെട്ട ആരോപണങ്ങള് അദ്ദേഹത്തിന് നിഷേധിക്കാം. അതായത് കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് ഈസിലി ഇതിൽ നിന്ന് ഒഴിവാകാം. കാരണം കുന്തി ദേവി എന്ന് പറഞ്ഞത് ഞാൻ മറ്റൊന്നും ഉദ്ദേശിച്ചല്ല, പുരാണത്തിലെ കുന്തി ദേവിനെ തന്നെ ഉദ്ദേശിച്ചാണെന്ന് പറയാം. അല്ലെങ്കിൽ മറ്റൊരു നടിയുമായുള്ള രൂപത സാദൃശ്യം കൊണ്ടാണെന്ന് പറയാം.